സിനിമാ പ്രവർത്തകയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, നോക്കൂ, കുറച്ചധികം നാളുകളായി ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങൾക്കൊക്കെ ഒടുവിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതും അതിന് പിന്നാലെ ശ്വേതാ മേനോനടക്കം 4 പേർ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും. അതിന് പിന്നാലെ ഈ വനിതാ സംവരണം വന്നോട്ടെ എന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ ആ ഒരു ആശയമൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് 2 പേർ പത്രിക പിൻവലിക്കുന്നതും ശ്വേതയും ദേവരും ഈ ഒരു മത്സരത്തിലേക്ക് കടക്കുന്നതും. ഇപ്പോൾ ഇതാ ശ്വേതാ മേനോൻ വിജയിച്ചിരിക്കുകയാണ്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം നിർണായകമാണ് ഈ ഒരു ചരിത്ര വിജയം? അവിടെ ശ്വേതാ മേനോൻ മാത്രമല്ല, 4-5ഓളം സ്ത്രീകൾ അവിടെ വിജയിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും സന്തോഷം തരുന്ന ഒരാളുടെ വിജയമല്ല. ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത് അതിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെയധികം ഉണ്ടാകണം. അല്ലാതെ പേരിന് മാത്രം ഒരു സ്ത്രീ ഉണ്ടായിട്ട് ബാക്കി എല്ലാ പുരുഷന്മാരും ഉണ്ടാകുക എന്നുള്ളതല്ല. ഒരിക്കലെങ്കിലും ആ സ്ഥാനത്ത് ഒരു സ്ത്രീ വന്ന് അവർ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും, പലരും, മാധ്യമങ്ങളും, അതല്ലാതെ ഞാൻ, എന്നെ പോലെയുള്ള പല സ്ത്രീകളും, അതേപോലെ സംഘടനയ്ക്കുള്ളിലുള്ള പലരും ഇവർക്ക് വേണ്ടി ഒരുപാട് പൊരുതി നേടിയ ഒരു വിജയമാണിത്. വളരെ വളരെ അത്ഭുതവും ഒപ്പം ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട് ഈ വിജയത്തിൽ. പക്ഷേ എനിക്ക് അവരെ എല്ലാ സ്ത്രീകളോടും, പ്രത്യേകിച്ച് ശ്വേതയോടും കുക്കു പരമേശ്വരനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വോട്ട് ചെയ്തവരാരെയും നിരാശപ്പെടുത്താതെ എന്തിനാണ് അവർ നിങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അത് വളരെ ഭംഗിയായി ശക്തമായി തന്നെ നിങ്ങൾ നടത്തി കൊടുക്കണം. സ്ത്രീകൾ നാളെ നമ്മൾ കണ്ടതാണ് അതിജീവിതയുടെ ഒരു വിഷയത്തിൽ ഒരു സ്ത്രീക്ക് പ്രശ്നം വന്നപ്പോൾ ഒറ്റക്കെട്ടായിട്ട് അവളുടെ കൂടെ നിൽക്കാതെ പുരുഷന്മാരോടൊപ്പം നിന്ന് ഒരു വളരെ സങ്കടകരമായ ഒരു ചരിത്രം കൂടി ഉണ്ട് ആ സംഘടനയ്ക്ക്. അപ്പൊ ഇത് ഒരുപാട് പ്രതീക്ഷയാണ്. അപ്പൊ ഈ നാളെ ഒരു പെണ്ണിന് ഒരു പ്രശ്നം വരുമ്പോൾ അവളെ കേൾക്കാനും അവളെ മനസ്സിലാക്കാനും അവളോടൊപ്പം നിൽക്കാനും കൂടി ഇവർ മനസ്സ് കാണിക്കുമ്പോൾ മാത്രമാണ് ഇവർ വിജയിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു മനസ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതൃപാടവം അവർ കാണിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 70% ആണ് പോളിംഗ് രേഖപ്പെടുത്തിയത് എങ്കിൽ ഇത്തവണ അത് 58% കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 504 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 298 പേർ മാത്രമാണ് ഈ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താകാം ഈ സംഘടനയോടുള്ളൊരു വിയോജിപ്പാണോ ഇതിന് കാരണം? തീർച്ചയായിട്ടും. കാരണം ഈ സംഘടനയ്ക്കുള്ളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെളിവാരി എറിയുമ്പോൾ സ്വാഭാവികമായും ഇവർ ഭയപ്പെടുന്നത് ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാകുമോ, പ്രശ്നമുണ്ടാകുമോ. കാരണം അവിടെയുള്ള ഒരുപാട് പേര് പ്രായമായവരും അവസരമില്ലാത്തവരും ഈ പെൻഷൻ കിട്ടി ജീവിക്കുന്നവരുമാണ്. അപ്പൊ അവർക്കൊരു, എന്നോട് തന്നെ ഒരുപാട് പേര് പറഞ്ഞത് പേടിയാവണോ അങ്ങോട്ട് പോകാൻ, അവിടെ ബഹളമൊക്കെ ഉണ്ടാകുമോ. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ പോയി വോട്ട് രേഖപ്പെടുത്തണം, ഇല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. കാരണം മാത്രം ഈ സ്ത്രീകൾക്കെതിരെ ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുകയായിരുന്നു. അതായിരുന്നു ഏറ്റവും അത്ഭുതം. സ്ത്രീകൾ തന്നെ പറയുക, സ്ത്രീകൾ മുൻനിരയിലേക്ക് വരണ്ട. അതാണ് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയായിട്ട് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനെല്ലാത്തിനും ഒരു വലിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. 50%, 55% ആളുകൾ വന്നുള്ളൂ എങ്കിൽ പോലും ആ വന്നവരിൽ ഭൂരിഭാഗവും വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതമുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ സന്തോഷം. ഒപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല അഭിമാനമുണ്ട്. കാരണം മലയാള സിനിമയിലെന്നല്ല, ഇന്ത്യയിലെ ഒരു സംഘടനയുടെ തലപ്പത്തും സ്ത്രീകൾ ആ പ്രധാന സ്ഥാനത്ത് ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ ഇരുത്തുന്നില്ല. അതിന് ഒരു ചരിത്രം അമ്മ എന്ന സംഘടനയിൽ കൂടി അവർ കാണിച്ചു തന്നു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പൊരുതി നേടിയൊരു വിജയം തന്നെയാണ്. കാരണം ശ്വേതാ മേനോനെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ കുക്കു പരമേശ്വരനെ സംബന്ധിച്ചാണെങ്കിലും ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ ഇരുവർക്കുമെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ചെറുതൊന്നുമല്ലല്ലോ. നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ തന്നെ അറിഞ്ഞതല്ലേ, ഈ ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം കേസിലേക്ക് വരെ ഈ കാര്യങ്ങളൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അതെ, അതാണ് പറയുന്നത്. നോക്കൂ, ഒരു സ്ത്രീയെ
എന്തെല്ലാം രീതിയിൽ അവരെ സമൂഹത്തിന് മുൻപിൽ വൃത്തികെട്ട രൂപത്തിലേക്ക് കൊണ്ടുവരാമോ അതെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചു. അവർക്കൊക്കെ കിട്ടിയ ഒരു മനോഹരമായ കൊടുത്ത ഒരു മറുപടിയാണിത്. കാരണം ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞ അവർ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അവർ അന്ന് ആ വാർത്ത വന്നപ്പോ ഒരു പെണ്ണിനെ തളർത്താൻ ഏറ്റവും ആദ്യം പ്രയോഗിക്കുന്നത് അവളുടെ ക്യാരക്ടറിനെ ഇല്ലാതെയാക്കുക. അതാണ് അവർ നടത്താൻ ശ്രമിച്ചത്. അതാണ് ഇവിടെ പരാജയപ്പെട്ടത്. കുക്കു പരമേശ്വരനെതിരെ എന്തെല്ലാം പറഞ്ഞു. അത് ആരാണ് ഈ പറയുന്നത് മുഴുവനും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനെല്ലാത്തിനും മനോഹരമായ ഒരു മറുപടി തന്നെയാണിത്. എങ്ങനെയൊക്കെ അവരെ മാനസികമായും സാമൂഹികപരമായും അവരെ തളർത്താൻ ശ്രമിച്ചോ അതിനെല്ലാം നല്ല ചുട്ട മറുപടി വോട്ട് ചെയ്തവർ തന്നെ അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ശരി, വളരെയധികം നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.